സുഹൃത്തുക്കളെ, ഹൃദയം പുഞ്ചിരിക്കുന്ന മനോഹരമായ സ്ഥലം കേട്ടോ. കിർഗിസ്ഥാനിലാണ് ഉള്ളത്. ഹായ്, എന്റെ ദൈവമേ, ഇതിനെ കാണുമ്പോൾ പേടിയാവുന്നു. ട്രെയിനഡായ ഡോഗുകളാണ് കേട്ടോ, നല്ല ട്രെയിൻ ചെയ്തെടുത്ത ഡോഗുകളാണ്. ഇല്ലെങ്കിൽ എന്നെ കടിച്ചു കയറേണ്ട സമയമായി. ദൈവം പേടിയാവുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഹുട്ടുകളാണ്. താമസിക്കാൻ ഭയങ്കര പൈസ കേട്ടോ. 10,000 രൂപയൊക്കെയാണ് പെർ ഡേ വേണ്ടത്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. കിർഗിസ്ഥാനിലെ ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഒരു തടാകത്തിലേക്കുള്ള യാത്രയാണ്. അപ്പം വഴിയിലൊക്കെ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. ഇവരിവിടെ കന്നുകാലികളെയും ആടിനെയൊക്കെ മേയിച്ച് നടക്കുന്ന ആൾക്കാരാണ്. വരുമാന മാർഗത്തിന് വേണ്ടി ടൂറിസ്റ്റ് വന്ന, അതായത് ലക്ഷറി ടൂറിസ്റ്റ് വന്ന താമസിക്കാനുള്ള സ്പോട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അത്രയും പൈസ മുതലാക്കാൻ കാരണം ഇവിടെ റോഡൊന്നും ഇല്ല. എന്നിരുന്നാൽ ഇവർ ഇവിടെയൊക്കെ ഇത് പണിതില്ല. അതിനൊക്കെ ഭയങ്കര പൈസ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ടൂറിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പെർ ഡേ 10,000 രൂപ വാങ്ങുന്നത്. അതിൻ്റെ കൂടെ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവർ കൊടുക്കും. പക്ഷേ എനിക്ക് ഒരിക്കലും മുതലാവില്ല കേട്ടോ. ടെൻ്റ് അടിക്കുവാണെങ്കിൽ 1 രൂപ വേണ്ട. പക്ഷെ സേഫ് ആവണം. ഇവിടെ ചെന്നായ്ക്കളുണ്ട് കേട്ടോ. വലിയ ചെന്നായ്ക്കളും കരടികളൊക്കെ ഉള്ള ഭൂപ്രദേശമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ട്രെയിൻ ചെയ്ത ഡോഗുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതാണ് എന്നെ കണ്ടിച്ച് കുരക്ക് പോലും ചെയ്യാത്ത. അഥവാ സഞ്ചാരികളെ കടിക്കോ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ ഇവർക്ക് വലിയ ഫൈൻ കൊടുക്കണം ഗവൺമെന്റിന്. അങ്ങനെയൊക്കെ റൂൾസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഒരു സ്വർഗ രാജ്യം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടോ, ഈ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ഹുട്ടുകൾ നിർമ്മിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനാ ഹുട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഡോം സ്റ്റേ പോലെയൊക്കെ. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പിലാണ് കേട്ടോ ഇവർ പണിത് വെക്കുന്നത്. അതായത് മഞ്ഞ് വീഴുന്ന സമയത്ത് ഇവരെല്ലാം ഇതെടുത്തിട്ട് അടുത്തൊരു പട്ടണത്തിലേക്ക് പോകും കേട്ടോ. എന്തായാലും സ്വർഗം പോലത്തെ ഒരു സ്ഥലം കേട്ടോ. സ്വിറ്റ്സർലാൻഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ.